ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അവറോൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ബ്ലസൻ എബ്രഹാം. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് കോട്ടയം ജില്ലയിലുള്ള കറുകച്ചാൽ അല്ലെങ്കിൽ തെങ്ങണയ്ക്കൊക്കെ അടുത്തായിട്ട് വരുന്ന മാമൂട് എന്ന് പറഞ്ഞ ജംഗ്ഷൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നമ്മളിന്ന് കാണുവാൻ പോകുന്നത്. ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ അവറോൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത പുതിയതായിട്ടിടുന്ന പോസ്റ്റുകൾ കാണുവാൻ കഴിയും. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ പ്രോപ്പർട്ടി വിൽക്കുവാനോ വാങ്ങുവാനോ ഒക്കെ ഉള്ളവർ ഈ ഒരു കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർട്ടി കാണുവാനായിട്ട് വരുന്നതാണ്. അതുപോലെ വാങ്ങുവാനും ഒക്കെ ഉള്ളവർ നമ്മളുമായിട്ട് ബന്ധപ്പെടാം. നമ്മളിപ്പോൾ ആ പ്രോപ്പർട്ടിയുടെ മുൻപിലായിട്ട് എത്തിയിരിക്കുകയാണ്. റോഡുമായിട്ട് ഉയർന്നാണ് വീടിരിക്കുന്നത്. എങ്കിലും ഈ 15 സെൻറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് വീട്ടിലോട്ട് വണ്ടി കയറാനുള്ള ആക്സസ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് കയറുവാണെങ്കിൽ നമുക്ക് നേരെ റോഡിൽ നിന്ന് കയറാം. അതുകൂടാതെ വീടിന് ഗേറ്റോടുകൂടി മതിലെല്ലാം കെട്ടി ഭംഗിയോടെ സൂക്ഷിച്ചിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഇതാണ് നമ്മുടെ ഗേറ്റ്. ഈ ഗേറ്റ് വഴി കയറുവാണെങ്കിൽ വണ്ടി നമുക്ക് നേരെ വണ്ടിയെ തന്നെ നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയും. ഇതാണ് നമുക്ക് റോഡിൽ നിന്നുള്ള ആക്സസ്, വണ്ടിയായിട്ട് കയറുവാനുള്ള ആക്സസ്. ഞാൻ പറഞ്ഞല്ലോ 15 സെൻറ്റാണ്. ധാരാളം മരങ്ങളും അതുപോലെ ചെടികളും ഒക്കെയുള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ്. പ്ലാവ്, ആഞ്ഞിലി, തെങ്ങ് തുടങ്ങിയവയെല്ലാം തന്നെ പ്രോപ്പർട്ടിയിൽ ഉണ്ട്. നമ്മുടെ പരിസരവും പ്രദേശങ്ങളൊക്കെയാണ്. ടാർ റോഡ്, പഞ്ചായത്ത് റോഡിൽ നിന്ന് നമുക്ക് നേരെ വീട്ടിലേക്കുള്ള പ്രവേശനമുണ്ട്. 1 കിലോമീറ്റർ മാത്രമാണ് മാമൂട് ജംഗ്ഷനിലോട്ടുള്ള ദൂരം. 350 മീറ്റർ മാത്രമാണ് നമുക്ക് ഈ ബസ് സ്റ്റോപ്പിലേക്കുള്ള ദൂരം. ചങ്ങനാശ്ശേരി ടൗൺ എന്ന് പറയുന്നത് വെറും 10 കിലോമീറ്റർ മാത്രമാണ് ദൂരം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം നമ്മുടെ പ്രോപ്പർട്ടിയുമായിട്ടുള്ള ആ ഒരു ഏരിയ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അതുപോലെ തൊട്ടടുത്ത ടൗണുകളാണ് കറുകച്ചാൽ, തെങ്ങണ, പുതുപ്പള്ളി കുറച്ചും കൂടെ ദൂരമാണ്. എങ്കിലും അടുത്ത് നിൽക്കുന്ന ടൗണുകൾ പ്രധാനപ്പെട്ട 3 ടൗണുകൾ തന്നെയാണ്. തെങ്ങണ ജംഗ്ഷനിലേക്ക് വെറും 4.5 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. മാമൂട് വെൺകോട്ട റോഡിൽ നിന്നുള്ള ഒരു ആക്സസിലാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് നമുക്ക് ലഭിക്കുന്നത്. ഇതാ നമ്മുടെ മതിലെല്ലാം കെട്ടിയ ആ ഗേറ്റോട് കൂടിയ ആ ഒരു പ്രോപ്പർട്ടി നമ്മൾക്ക് ഓരോന്നായി കാണാം. കുരുമുളക്, വാഴ, അങ്ങനെ ചെറിയ ചെറിയ പച്ചക്കറി തോട്ടങ്ങളൊക്കെ തന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിരുകളെല്ലാം തിരിച്ചിട്ടുണ്ട്. യാതൊരു വിധ തർക്കങ്ങളൊന്നുമില്ലാത്ത എല്ലാ പേപ്പർ ഭാഗങ്ങളും ക്ലിയറായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. 6.4 കിലോമീറ്റർ മാത്രമാണ് കറുകച്ചാൽ ടൗണിലോട്ടുള്ള ദൂരം. അതുപോലെ തേക്കൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. നല്ല തേക്കും തേക്കൊക്കെ നിൽപ്പുണ്ട്. ആ ഗേറ്റ് കയറി വരുമ്പം തന്നെ വലതുവശത്തായിട്ടാണ് കിണറുള്ളത്. കിണർ ധാരാളം വെള്ളം ലഭിക്കുന്ന ഒരു കിണറാണ്. തൊട്ടടുത്ത ആൾക്കാരൊക്കെ കിണറ്റിൽ നിന്ന് വെള്ളം കോരാറുണ്ട്, അവർക്ക് ഉപയോഗിക്കാൻ കൊടുക്കാറുണ്ടെന്നാണ് അതിൻ്റെ ഉടമസ്ഥൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നന്നായി തന്നെ നെറ്റൊക്കെ വിരിച്ച് മൂടിയിട്ടിരിക്കുന്ന ഒരു കിണർ തന്നെയാണ്. നമുക്ക് ആ കിണറൊന്ന് തുറന്ന് കാണാം. കോട്ടയം ടൗണിലേക്ക് 20 കിലോമീറ്റർ മാത്രമാണ് ദൂരം. കോട്ടയം ടൗണിൽ നമുക്ക് വരേണ്ടതായിട്ട് യാതൊരു ആവശ്യമില്ല. ചങ്ങനാശ്ശേരി ചെന്ന് കഴിഞ്ഞാൽ ട്രെയിൻ കയറാവുന്നതാണ്. ഇതായി കിണർ കണ്ടല്ലോ, നന്നായി തന്നെ ഭംഗിയോടെ സൂക്ഷിച്ചിരിക്കുന്ന ഒരു കിണറാണ്. നന്നായി തന്നെ റിങ്ങെല്ലാം കെട്ടി വളരെ മനോഹരമായി തന്നെ സൂക്ഷിച്ചിരിക്കുന്ന ഒരു കിണറാണ്. വെള്ളം ധാരാളമുണ്ട്. അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ അതിരാണ് ഈ ഒരു സൈഡ് ഭാഗം നമുക്ക് മറച്ചു വെച്ചിരിക്കുന്നത്. ബാക്കി എല്ലാ ഭാഗത്തും മതിലുണ്ട്. ഈ ഒരു സൈഡ് മാത്രമേ മതിൽ കെട്ടാതെയുള്ളൂ. നമുക്ക് പ്രോപ്പർട്ടിയുടെ പുറകുവശത്തൂടെ കയറി നമുക്ക് പുറകുവശമൊക്കെ ഒന്ന് കാണാം. പുറകുവശത്തൂടെ അപ്പുറത്തെ സൈഡ് നമുക്ക് വരാവുന്നതാണ്. ഇവിടെ നമുക്ക് ഒന്ന് കണ്ടിട്ട് മിറ്റമൊക്കെ ഒന്ന് കണ്ട് നമുക്ക് പോകാം. ആദ്യം ഫ്രണ്ട് വശത്തൂടെ തന്നെ വരുന്നതാണല്ലോ അതിൻ്റെ ഐശ്വര്യം. ഫ്രണ്ടിൽ ഒരു തെങ്ങ് നിൽപ്പുണ്ട്. ഈ സൈഡും 2 സൈഡും എല്ലാം മതിൽ കെട്ടി ഭംഗിയാക്കിയിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ മറ്റൊരു വീടുമുണ്ട്. തെങ്ങ് കായ്ക്കുന്ന തെങ്ങാണ്.
നമുക്ക് വഴിയുമായിട്ടുള്ള ആ ഒരു ഡിസ്റ്റൻസാണ് നമുക്ക് ഈ കാണുവാൻ കഴിയുന്നത്. തൊട്ടടുത്ത് തന്നെയാണ് റോഡ്. നല്ലൊരു വ്യൂ ആണ് വീടിൻ്റെ മുറ്റത്ത് നിന്ന് കഴിഞ്ഞാൽ ആ സിറ്റൗട്ടിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല കാറ്റ് നമുക്ക് എപ്പോഴും ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കും. വീടിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ ആണ്. നന്നായി തന്നെ പെയിൻ്റൊക്കെ ചെയ്ത് അതുപോലെ തന്നെ വീടിന് റൂഫും ഒക്കെ ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ ഉൾവശം എല്ലാം ടൈലാണ്, കണ്ടല്ലോ. നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്കൊന്ന് പ്രവേശിക്കാം. നല്ല മനോഹരമായ തന്നെ ഒരു കർട്ടനൊക്കെ ഇട്ടിരിക്കുന്ന ഒരു സിറ്റൗട്ട് നമുക്കുണ്ട്. ഇത്ര വലിപ്പമൊന്നും തോന്നിക്കത്തില്ലെങ്കിലും അത്യാവശ്യം ചെറിയൊരു സിറ്റൗട്ട് നമുക്കുണ്ട്. കയറി വരുമ്പോൾ ചെറിയൊരു റൂമുണ്ട്. ഒരു വിസിറ്റിംഗ് റൂമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള ചെറിയൊരു റൂമാണ്. വീടിൻ്റെ കയറി വരുന്നിടത്തൊക്കെ ടൈലുകളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. നല്ല വുഡൻ ഡോറാണ് കൊടുത്തിരിക്കുന്നത്. ഈ വീടിന് 20 വർഷത്തെ മോളി പഴക്കമുണ്ട്. എങ്കിലും റൂഫും മെയിൻ്റനൻസും ഒക്കെ ചെയ്തിട്ട് അധികം നാളായിട്ടില്ല. ഓക്കെ, ഇതാണ് കയറി വരുമ്പോഴത്തെ ആദ്യത്തെ ഒരു ബെഡ്റൂം. അതിന് കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് കർട്ടനും ഒക്കെ ഇട്ട് ഫാനും ലൈറ്റും എല്ലാം തന്നെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ടൈലൊക്കെ കണ്ടല്ലോ, എല്ലാ റൂമിലും ടൈലുകളും കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ മുറിയാണ്. രണ്ടാമത്തെ മുറിയിൽ അറ്റാച്ച്ഡ് ഒരു ബാത്റൂമുണ്ട്. ഫാനും കാര്യങ്ങളും എല്ലാം തന്നെ അവിടെയും നൽകിയിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തെ മുറി എന്ന് പറയുന്നത് ഈ സൈഡിലാണ്. ഇവിടെയും നമുക്ക് നന്നായി തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ടൈലുകളെല്ലാം കൊടുത്തും ബെർത്തും അതുപോലെ 3 ഡോർ ഒരു വിൻഡോയൊക്കെ ഉള്ളതുകൊണ്ട് ധാരാളം വെളിച്ചം റൂമിലേക്ക് കടന്നു വരുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് ഇവിടെ ഒരു വാഷ് ബേസിൻ, ഡൈനിങ്ങിനോട് ചേർന്ന് ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. ആ മുറിയിലെ ബാത്റൂം ഞാൻ കാണിച്ചില്ലായിരുന്നു. അറ്റാച്ച്ഡ് ബാത്റൂം നമുക്ക് ആ റൂമിൽ നൽകിയിട്ടുണ്ട്. കൂടാതെ ഒരു കോമൺ ബാത്റൂമും വീടിന് ഉണ്ട്. ഇതാണ് നമ്മുടെ അടുപ്പ് കത്തിക്കുന്ന ഒരു അടുക്കള. അതിനോട് ചേർന്ന് അരകല്ല്, ബെർത്ത്, അതുപോലെ ചിമ്മിനി, ഒരു ചെറിയ കബോർഡ് എല്ലാം തന്നെ കിച്ചണിന് കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലും കബോർഡുകളുണ്ട്. രണ്ടാമത്തെ ഒരു വർക്ക് ഏരിയ അല്ലെങ്കിൽ രണ്ടാമത്തെ അടുക്കള എന്ന് പറയാം. ഇവിടെ ഒരു ചെറിയൊരു മുകളിലോട്ടുള്ള സ്റ്റെയർ കേസാണ്. അതിനോട് ചേർന്ന് തന്നെ ഒരു കോമൺ ബാത്റൂമും ഉണ്ട്. നന്നായി തന്നെ ബലവത്തായ ഇരുമ്പ് ഡോറോട് കൂടിയ ഒരു ഡോറ് നമുക്ക് വർക്ക് ഏരിയയ്ക്ക് വെളിയിലായിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല സെക്യൂരിറ്റിയോടുകൂടി തന്നെ പണിതിരിക്കുന്ന ഒരു വീടാണ്. നമുക്ക് ആ സ്റ്റെയർ കേസ് കയറി ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് ഒന്ന് പോകാം. അത്യാവശ്യം വലിപ്പമുള്ള ഒരു സ്റ്റെയർ കേസാണ്. എന്നാൽ വലിയ വലിപ്പം തോന്നിക്കാത്ത രീതി ഒരാൾക്ക് സുഖമായിട്ട് കയറി പോകുന്ന രീതിയിലാണ്. ഇതാണ് റൂഫ് വർക്കൊക്കെ ചെയ്ത് നന്നായി തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടിരിക്കുന്ന ഒരു റൂഫാണ്. എല്ലാ സൈഡും മറിച്ച് കാക്കയോ പൂച്ചയോ പട്ടിയോ ഒന്നും കയറാത്ത രീതിയിൽ തന്നെ നന്നായി തന്നെ എല്ലാ ഭാഗങ്ങളും നന്നായി ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടിയെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിയുവാൻ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഈ പ്രോപ്പർട്ടി ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ താല്പര്യമുള്ളവരും ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളെ എപ്പോൾ വേണമെങ്കിലും വിളിക്കാവുന്നതാണ്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് പ്രോപ്പർട്ടി വിൽക്കുവാനോ വാങ്ങുവാനോ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാം. ഞങ്ങൾ വിൽക്കാനുള്ള വീടുകളൊക്കെ ഉണ്ടെങ്കിൽ, സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ വന്ന് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നതാണ്. ദൂരക്കൂടയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കോട്ടയം ജില്ലയാണ് കൂടുതലും ചെയ്യുന്നത്. അതാണ് അവർ ഓൺ കോട്ടയം എന്ന് പറയുന്നത്. കോട്ടയം ജില്ലയ്ക്ക് പുറത്തോട്ട് കഴിവതും അതുപോലെ കോട്ടയമായിട്ട് വളരെ ദൂരത്തിലായിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളൊന്നും നമ്മൾ വന്ന് എടുക്കാൻ സാഹചര്യം ബുദ്ധിമുട്ടുകളുണ്ട്. എങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യമായി വിറ്റേ പറ്റുകയുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക്. പിന്നെ പറയുമ്പം തന്നെ വരാത്തതിന് ചിലർക്ക് പിണക്കമുണ്ടെന്നറിയാം. എങ്കിലും നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ടാണ് പറയുന്ന സമയത്ത് എത്തിച്ചേരാൻ പറ്റാത്തത്. എങ്കിലും നിങ്ങൾ ഒന്ന് വലിച്ചിട്ട് വന്നില്ലെങ്കിൽ രണ്ടാമതൊന്നും കൂടി ഒന്ന് വിളിക്കാൻ ശ്രമിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വന്ന് ഷൂട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലം തന്നെയാണ് ഈ പ്രോപ്പർട്ടി നിലകൊള്ളുന്നത്. കണ്ടല്ലോ, നല്ല ഈ ഒരു ജംഗ്ഷനെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ പാമൂട് ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുമ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് പലവട്ടം പറയുന്നതിൻ്റെ കാര്യം, നമ്മൾ ഇതിൻ്റെ സ്റ്റാറ്റസ് എടുത്ത് നോക്കിക്കഴിയുമ്പോൾ പല ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കൂടുതലും കാണുന്നത്. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണും വരെയും എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.